ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാർഗദീപം സ്കോളർഷിപ്പിനെ പറ്റിയാണ്. ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് മാർഗദീപം. ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ 2025-26 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. 1500 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുന്നത്. ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപയാണ്. ഒരു കുടുംബത്തിൽ നിന്നും 2ൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല. ഈ ഒരു സ്കോളർഷിപ്പ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. 30% സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കായിട്ടാണ് സംവരണം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് സ്കോളർഷിപ്പുകളൊന്നും നിങ്ങൾക്ക് കൈപ്പറ്റാൻ പറ്റുന്നതല്ല. മാർഗദീപം സ്കോളർഷിപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ നൽകിയിരിക്കുന്നുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫോം ലഭിക്കുന്നതാണ്. ഇതുപോലുള്ളൊരു ഫോമായിരിക്കും നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. അതിൽ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ആധാർ നമ്പർ, പാരൻസിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ അതുപോലെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഫോം കംപ്ലീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ കൂടെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കൂടെ ആവശ്യമാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പി, മാർക്ക് ലിസ്റ്റ്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോർട്സിനോ ആർട്സിനോ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു ഫോമിൻ്റെ കൂടെ വെക്കണം. ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും അതുപോലെ നേരത്തെ ഫിൽ ചെയ്ത ഫോമും കൂടി ചേർത്ത് സ്കൂളിലെ പ്രിൻസിപ്പാളിന് സബ്മിറ്റ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനുള്ള രീതി. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കോളർഷിപ്പ് കിട്ടുന്നത്. 2 മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്ക് കൂടി പരിഗണിക്കുന്നതാണ്. സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 12 ആണ്. ഒരു തവണ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അടുത്ത വർഷം കിട്ടണമെന്നുണ്ടെങ്കിൽ പുതിയതായി അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യുന്നവരെല്ലാവരും സെപ്റ്റംബർ 12-ാം തീയതിക്ക് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു സ്കോളർഷിപ്പിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.